അപ്പോൾ ഫ്രണ്ട്സ്, എപ്പിസോഡ് 55 ഒരു അനാലിസിസ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചൂടുള്ള കാര്യങ്ങൾ നമുക്ക് ചൂടോടുകൂടി തന്നെ ചർച്ച ചെയ്യാം. ഇന്നത്തെ ദിവസം ആദിലയുടെയും അനീഷിൻ്റെയും ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇന്നത്തെ താരം അനിമോളാണ്. അനിമോൾ ഞെട്ടിപ്പകച്ചു പോയ ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡ്. അതെന്താണുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നിലോട്ടേക്ക് പിന്നെ വരാം. അതിനു മുന്നേ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസത്തെയും പോലെ അനീഷിൻ്റെ സുപ്രഭാതത്തോടെ തുടങ്ങുകയും ആദിലയായിട്ടുള്ള ഫൈറ്റിൻ്റെ കാര്യങ്ങൾ ഇന്ന് ഒരു അവസാനത്തിലോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ആദില പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അനീഷിൻ്റെ ഇറിറ്റേഷൻ, അനീഷ് വല്ലാത്ത രീതിയിൽ ആദിലേനെ ഇറിറ്റേറ്റ് ചെയ്യാണ്. അതായത് ഡ്യൂട്ടീസ് ചെയ്യാൻ പറയുന്നത് കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്ന് ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള സംഭവമാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ആദില ഈ ഇറിറ്റേഷൻ കാണിക്കുന്നതൊന്നും നൂറയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് ഇന്നത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. കാരണം അത് ക്ലിയർ ആയിട്ട് നൂറ ആദിലയുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ രാവിലെ തന്നെ നൂറയ്ക്ക് എന്തോ മെഡിസിൻ എടുത്തിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അനീഷ്. അതിൽ ഇറിറ്റേറ്റഡ് ആവേണ്ട യാതൊരു വിധ കാര്യവും ആദിലയ്ക്കില്ല. കാരണം ആദിലയുടെ അടുത്ത് സംസാരിക്കാനോ ആദിലയുടെ അടുത്ത് ഇടപെടാൻ കൂടി അനീഷ് വരുന്നില്ല. പക്ഷേ എന്നാൽ കൂടി ആ ഒരു വെറുപ്പ്, ആ ഒരു ഇറിറ്റേഷൻ, ആദില ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ആയിരിക്കാം മേ ബി അങ്ങനെ ഭയങ്കരമായിട്ട് അനീഷിൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാം ഇന്നലെ എന്ന് പറഞ്ഞാൽ ആദില വൻ രീതിയിൽ ഓവറായതാണ്. ആദിലയുടെ ക്യാരക്ടർ തന്നെ എക്സ്പോസ്ഡ് ആയിപ്പോയ ഒരു എപ്പിസോഡാണ് ഇന്നലെ. അത് ഏകദേശം ആദിലയ്ക്ക് ഉറപ്പായിട്ടുണ്ട് ഈ വീക്കോട് കൂടിയിട്ട് ആദില ഹൗസിൽ നിന്നും ഔട്ടാവുന്നുള്ള കാര്യം. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചത് ബിന്നി ഔട്ടാവുന്നതാണ്. പക്ഷെ ബിന്നി ഔട്ടാവില്ല എന്നുള്ള കാര്യം ഇപ്പം ക്യാപ്റ്റൻസിയിലോട്ടേക്ക് ബിന്നീനെ തിരഞ്ഞെടുക്കുകയും കഴിഞ്ഞ ഇമ്മ്യൂണിറ്റി ടാസ്കിലുള്ള വിജയവും കൂടി ആയപ്പോൾ ബിന്നി എന്തായാലും ലാസ്റ്റ് ഒരു 80 days വരെയെങ്കിലും നിൽക്കുന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. അപ്പം ഇന്ന് ക്ലിയർ ആയിട്ട് നൂറ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആദിലയുടെ ഈ ഒരു സംഭവം തീരെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവർ പിണങ്ങുകയും അവസാനം പിണങ്ങിയതിന് ശേഷം എല്ലാം മനസ്സിലാക്കി എന്നൊക്കെ പറഞ്ഞ് ആദില പറയുന്നുണ്ടായിരുന്നു എനിക്ക് അയാൾ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരവസാനം സോൾവ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്ന് പറഞ്ഞാൽ ടാസ്കിലെ മോശം പ്രകടനം കാരണം അനീഷിനെയും ആദിലേനെയും ജയിലിലോട്ടേക്ക് അവരയക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ആദിലയും അനീഷും തമ്മിലുള്ള സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് സോൾവായി. ജയിലിലെത്തിയത്തേക്കും അവർ നല്ല കമ്പനിയായി. പിന്നെ അവിടെ ഇരുന്നിട്ട് മുത്തു കോർക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നൊരു മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. അതുപോലെ തന്നെ ഷാനവാസുമായിട്ട് അനീഷ് തെറ്റിയിട്ടുണ്ടായിരുന്നു. അതായത് ഷാനവാസ് തൻ്റെ കോയിൻ എടുത്തു വെച്ചു എന്ന് പറഞ്ഞിട്ട് ഷാനവാസിൻ്റെ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദം എത്രത്തോളം റിയലാണെന്നും ഒന്നും തന്നെ അനീഷിന് മനസ്സിലാവണില്ല. അതായത് അനീഷിൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് അനീഷ് തന്നെ സമ്മതിക്കുന്നുണ്ട്. ആ ഒരു തരത്തിലാണ് അനീഷ് സംസാരിക്കുന്നത്. ഷാനവാസിൻ്റെ റിയൽ ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ള സംഭവമൊന്നും അനീഷിന് മനസ്സിലാവുന്നില്ല. അതുപോലെ ഇന്ന് ഉണ്ടായിരുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ ക്യാപ്റ്റൻസി ഗെയിമിലോട്ടേക്കുള്ള തിരഞ്ഞെടുപ്പാണ്. അതിൽ 3 ആൾക്കാരെയാണ് എല്ലാവരും ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി തിരഞ്ഞെടുത്തത്. അതായത് അക്ബർ, ആര്യൻ, ബിന്നി ക്യാപ്റ്റൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതുവരെ ഹൗസിലൊരു സ്ത്രീ ക്യാപ്റ്റൻ ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു 55 ദിവസമായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. എന്താണ് ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസ് എന്നൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. അതുപോലെ ഇന്ന് അനിമോൾ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. കാരണം പല ക്ലിപ്പിങ്സും സംഭവങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. പലതും സോഷ്യൽ മീഡിയയിൽ ഇപ്പം തന്നെ അതൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട്. ഇത് അനിമോൾ ഡ്രസ്സിങ് റൂമിലേക്ക് പോയിട്ട് പറയുന്ന കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ജീവിതത്തിൽ ഒരിക്കലും കാണരുത്, എൻ്റെ ജീവിതം നശിപ്പിച്ച ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്നത് അനിമോളിൻ്റെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരിക്കാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പുള്ളി ഒരു സീരിയലിൻ്റെ ഒരു കൂതറ സീരിയൽ, അമ്മോ അത് കണ്ട് സഹിക്കാൻ കൂടി പറ്റിയിട്ടില്ല. അമ്മാതിരി കൂതറ സംഭവം ഹാപ്പി കപ്പിൾസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ട്രെയിലർ പോയിട്ട് ടീസർ പോലും ഇത്രയും ഒരു 30 വർഷം മുന്നേ ഇറക്കാൻ പറ്റിയ ഒരു സംഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇതുപോലുള്ള കൂതറ സീരിയലുകൾ എന്തിനാണ് ഈ കാലഘട്ടത്തിൽ ഇറക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കണ്ടിട്ട് തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. അപ്പോൾ ആ ഒരു കൂതറ സീരിയലിൽ അഭിനയിച്ചത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പുള്ളിക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ജീവൻ എന്നാണ് ആ പുള്ളിയുടെ പേര്. അപ്പോൾ അത് അനിമോൾ ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു. അവസാനം പോകുമ്പോൾ പുള്ളി പക്ഷേ കൈയൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് പോയത്. ഒന്ന് ഷോ ഇറക്കാനൊക്കെ നോക്കിയതായിരിക്കും. പക്ഷേ എന്തായാലും നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ നടന്നിട്ടില്ല. അനിമോൾക്ക് എന്തായാലും ആശ്വസിക്കാം. നമ്മൾ അറിഞ്ഞിരുന്നത് പുള്ളി ഇങ്ങനെ വൈൽഡ് കാർഡായിട്ട് വരുന്നൊക്കെയായിരുന്നു അറിഞ്ഞത്. എന്തായാലും വൈൽഡ് കാർഡായിട്ടൊന്നും പുള്ളി വന്നിട്ടില്ല. പുള്ളി വന്നത് ജസ്റ്റ് മണിക്കൂറുകൾക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞിട്ട് പുള്ളി അങ്ങ് സ്ഥലം വിട്ടിട്ടുണ്ട്.
എന്തായാലും നമുക്കിനി വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ സ്പെഷ്യൽ എപ്പിസോഡ് കണ്ടിരുന്ന് നമുക്ക് നോക്കാം. എന്തായാലും ഹൗസിലുള്ള ആൾക്കാരൊന്നും ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം കിട്ടിയതെന്ന് അറിഞ്ഞിട്ടില്ല. മിക്കവാറും അതിൻ്റെ ഒരു സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഏഷ്യാനെറ്റിൻ്റെയും ബിഗ് ബോസിൻ്റെയും വകയായിട്ട്. അപ്പോൾ അതൊക്കെയാണ് മെയിൻ സംഭവം. പിന്നെ എലിമിനേഷൻ സംഭവങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. മിക്കവാറും അടുത്ത ആഴ്ച തൊട്ടിട്ട് 100 ഒറ്റയ്ക്കിരുന്ന് കളിക്കേണ്ടി വരും. പിന്നെ ഉണ്ടാവുന്ന വഴിത്തിരിവുകളും കാര്യങ്ങളൊക്കെ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ടതാണ്. സോ വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.